നമസ്കാരം പ്രിയപ്പെട്ടവരെ, കേട്ടറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എന്നറിയാം. അതിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്, അവസാനഘട്ട റിവിഷനിലാണ് എല്ലാവരും എന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പരീക്ഷ ഭവൻ്റെ ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 2023 ഒക്ടോബർ മാസത്തിലെ കേട്ടറ്റ് വിജ്ഞാപനപ്രകാരം പരീക്ഷ എഴുതുന്നതിനായി അപേക്ഷ സമർപ്പിച്ചവരുടെ ഹോൾ ടിക്കറ്റുകൾ 20/12/2023 മുതൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതും എന്ന് വെച്ചാൽ നമുക്കറിയാം, പറഞ്ഞ ഡേറ്റിന് തന്നെ 20-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞത്. അതിന് കൂടെ തന്നെ ഡിസംബർ 29-30 തീയതികളായിട്ട് നടന്ന കേട്ടറ്റ് പരീക്ഷകളിലേക്ക് പരീക്ഷാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഹോൾ ടിക്കറ്റും കേട്ടറ്റിന് അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഓൺലൈനായി രേഖപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖയുടെ അസലുമായി എത്തിച്ചേരേണ്ടതാണ്. ഓക്കെ, തിരിച്ചറിയൽ രേഖയുടെ അസൽ കൊണ്ടുവരാത്തവരെയും ഓൺലൈനായി രേഖപ്പെടുത്തിയിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ കൊണ്ടുവരാത്തവരെയും തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പുകൾ മൊബൈലിൽ സേവ് ചെയ്തിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ എന്നിവ സമർപ്പിക്കുന്നവരെയും പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള ഒരു പത്രക്കുറിപ്പല്ല, ഒരു പ്രസ് റിലീസ് ഒന്നും സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹോൾ ടിക്കറ്റ് എന്തായാലും നിങ്ങൾക്ക് ഡിസംബർ മാസം 20-ാം തീയതി തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം എക്സാമിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല എന്നുമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കുക. കാരണം ഇതാ ഡിസംബർ 29-30 തീയതികളായിട്ട് തന്നെ പരീക്ഷകൾ നടക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എക്സാം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള യാതൊരു ഒരു സാധ്യതയും കാണുന്നില്ല. ഓക്കെ, പിന്നെ മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ തന്നെ അതിലൊരു ID കാർഡ് എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറൊക്കെ നിങ്ങൾ അപ്പോൾ തന്നെ അവിടെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പറഞ്ഞ കാര്യം, നിങ്ങൾ എന്താണോ ആ സമയത്ത് കൊടുത്തത് അതിൻ്റെ ഒറിജിനൽ തന്നെ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ അങ്ങനെ പറയാറുണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമാക്കാറില്ല. പക്ഷേ ഇത്തവണ ഇങ്ങനെ പ്രസ് റിലീസൊക്കെ വന്നുകൊണ്ട് അതിലൊന്നും കാര്യമുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണോ കൊടുത്തത് അത് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഓൺലൈനായി രേഖപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനലുമായിട്ട് തന്നെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. തിരിച്ചറിയൽ രേഖയുടെ അസൽ കൊണ്ടുവരാത്തവരെയും, അതായത് ഒറിജിനൽ കൊണ്ടുവരാത്തവരെയും 2-3 കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഒറിജിനൽ കൊണ്ടുവരാത്തവരെയും, പിന്നെ ഓൺലൈനായി രേഖപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖ കൊണ്ടുവരാത്തവരെയും. അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് എന്താണോ കൊടുത്തത് അത് തന്നെ വേണമെന്നാണ് പറയുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും പോരാ, അത് തന്നെ വേണം. പിന്നെയോ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പുകൾ മൊബൈലിൽ സേവ് ചെയ്തിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ. ഈ 2 കാര്യങ്ങൾ. ഒന്നാമത്തത്, ഒറിജിനലിന് പകരം നിങ്ങൾ ഏതെങ്കിലും കോപ്പി ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ മറ്റ് കോപ്പികൾ പോരാ. അതുപോലെ തന്നെ മൊബൈലിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡും പോരാ, ഒറിജിനൽ തന്നെ വേണമെന്നാണ് പറയുന്നത്. ഇതുണ്ടെങ്കിലേ നിങ്ങൾ എക്സാം എഴുതാൻ അനുവദിക്കൂ എന്നാണ് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ എന്താണോ കൊടുത്തത് അതിൻ്റെ തന്നെ ഒറിജിനൽ ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത്. സാധാരണ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും വരാറില്ല, പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഒഴിവാക്കാനുള്ള പരിപാടി തന്നെ ആയിരിക്കാം ഒരുപാട് ആളുകളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. ഇനി അതെന്താ മറ്റേത് എടുത്തിട്ട് പോയാലും എന്താ എഴുതാത്ത ഇതിൽ കൂടെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട, എന്താണോ പറയുന്നത് അതുകൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഹോൾ ടിക്കറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുക്കണം. ആ ഒരു സമയം സൈറ്റിൽ കയറി നോക്കുക, എടുക്കുക, പെട്ടെന്ന് തന്നെ നോക്കുക, സ്പീഡിൽ തന്നെ നോക്കണം. കാരണം മറ്റൊന്നുമില്ല, ചിലപ്പോൾ അത് ജനറേറ്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് വീണ്ടും നിങ്ങൾ അപ്ലോഡൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോൾ ടിക്കറ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.